barricades. I wanna know why they hold me back. Need a miracle to break me through, but I won't get that. If I was a real wonder, then I could save me from turning around, lift me off the ground, and one day I'm free. Yeah, I wanna be a real wonder. Heaven lift me up from under. Wishing I could be somehow stronger now, so I can fight away all the pain inside me. Never be afraid of the fate that finds me. Wishing I could be stronger, so I can be a real wonder. If you wanna be a wonder, baby, come and show it. Tell me what you feel in your heart and your soul. There's nothing I would take for granted. With me, we'll make it through. Takes two hearts to fix heartbreak. We grew apart, I made a mistake, but I'll try to make it up to you, my darling. Ooh. I wanna be a real wonder. Heaven lifts me up from under. Wishing I could be somehow stronger now, So I can fight away all the pain inside me. Never be afraid of the fate that finds me. Wish that I could be stronger, so I can be a real wonder. So I can fight away all the pain inside me. Never be afraid of the fate that finds me. അപ്പം എങ്ങനെ അടിപൊളിയല്ലേ സാധനങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരിക ഇല്ല ഫസ്റ്റ് ടൈമാ അപ്പോൾ മറ്റുള്ള സാധനമൊന്നും ട്രൈ ചെയ്തില്ല ചെയ്തിരുന്നാ മോമോസ് ആ ഓക്കെ ഒക്കെ ഓക്കെ ആണല്ലേ ഇപ്പോൾ എത്രയായി തുടങ്ങിയിട്ട് ഇവിടെ ഒരാഴ്ച ഓക്കെ താങ്ക് യു നിങ്ങളെവിടുന്നാ ഓ വെരി ഗുഡ് ഫ്രണ്ട്സുകളായിട്ട് വന്നാവും അല്ലേ ഓക്കെ ഇതെന്താ മുജിറ്റോ അല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നുള്ളത് BM പാർക്കിൻ്റെ ഹെൽത്ത് പാർക്കിൻ്റെ അടുത്താണ്. BM പാർക്ക് അപ്പുറത്താണ്. പക്ഷേ ഞാനിന്ന് വരാൻ കാരണം ഇവിടെ അതൊരു തട്ടുകട ഇതിപ്പോൾ ഒരു വിപുലീകരിച്ചിട്ട് ഇവിടുത്തെ യുവാക്കൾ 2-3 പേര് ഇത് നടത്താനുള്ളൊരു പരിപാടി. ഇത് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. അപ്പോൾ അതിൻ്റെ പ്രൊപ്പറേറ്റർ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവരോട് ചോദിക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ആൾ. ഇവർക്ക് ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇവരോടും ചോദിക്കുക കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? പിന്നെ എവിടെ സ്ഥലം? എൻ്റെ സ്ഥലം തിരുവില്ലാമല എന്ന് പറയും. ഒറ്റപ്പാലത്തിൻ്റെ അടുത്തായിട്ടാണ്. പേരെന്താണെന്ന് പറയും? ഋഷഭ് ഫ്രൈയറി എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങാനുള്ള കാരണം അത് എന്താണ്? നിങ്ങളെ മൈൻഡിൽ ഉദിച്ചതാണോ? അത് നമ്മൾ ഇതിൻ്റെ ഐഡിയ തുടങ്ങുന്നത് കൊച്ചിയിലാണ്. ഞാനും എൻ്റെ പാർട്ട്ണർ ഹസീം കൊച്ചിയിൽ ACCA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഓരോ നൈറ്റ് ലൈഫും ആൾക്കാരുടെ ആവശ്യങ്ങൾ, ചെറിയ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ആ സമയത്ത് പഠിപ്പും എല്ലാം കാരണം അത് നടപടിയായില്ല. എന്നിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ പാർട്ട്ണർ ഹസീം പറഞ്ഞു, നമുക്കൊരു പുതിയ സ്പോട്ട് ഉണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ ഒരു ട്രക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ട്രക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ നല്ലൊരു എക്സ്പെരിമെൻറ്റ് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. സന്തോഷമായി. സ്പോട്ട് കണ്ടു. സ്പോട്ട് അടിപൊളി സ്പോട്ടാണ്. കായലോരത്തിൻ്റെ പക്കാണ് അല്ലേ? BM കായലിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു സ്പോട്ട്. എന്നിട്ട് പിള്ളേർക്കും നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഓക്കെ, പിള്ളേർക്കും വീട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും വന്ന് ചില്ല് ചെയ്തിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് വൈബൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊരു സ്പോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു ഫുഡും കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മാസങ്ങൾ ട്രയലടിച്ച് ഓടി നടന്നു. കുറേ കൊച്ചിയിൽ നിന്നും കുറേ പാലക്കാടൊക്കെ പോയി കുറേ കാര്യങ്ങൾ സെറ്റാക്കി, കുറേ ഫുഡിൻ്റെ ഐറ്റംസ് പഠിച്ചു. എന്നിട്ട് എൻ്റെ ഒരു കസിൻ ഷെഫാണ്. കസിൻ വന്നിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ട് കസിൻ്റെ കുറേ ഫ്രണ്ട്സുമായിട്ട് എല്ലാവരും ഈ പരിപാടിക്ക് കൊണ്ടുവന്നു.
അപ്പോൾ നമ്മുടെ ഒരു ടീം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നമ്മളെല്ലാവരും സ്റ്റുഡൻസാണ്, എല്ലാവർക്കും നല്ലൊരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്. അത് കാരണം നമ്മൾ നല്ല രീതിക്ക് ഒത്തുതോർമ്മയോടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും കുറേ പ്രൊഡക്ട്സ് മെനുക്ക് കൊണ്ടുവരണം, കുറേ പുതിയ യൂണിക് ഫുഡ് ഐറ്റംസ് കൊണ്ടുവരണം. എന്നിട്ട് മാക്സിമം നമുക്ക് ശ്രമിക്കാൻ പറ്റുന്നതനുസരിച്ച് നമ്മൾ ശ്രമിക്കും. എന്തായാലും ഇപ്പോൾ നല്ല വിജയം തന്നെയാണ്. യെസ്, ഇപ്പോൾ നമ്മളൊരു 4 ദിവസമായി, ഇന്ന് 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസമായിട്ട് നമ്മൾ നല്ല രീതിക്ക് ആൾക്കാർ വിചാരിച്ചാലും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് ഇവിടെ എത്തി അല്ലേ? കൂടുതലും അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കാം. അപ്പോൾ കൂടുതൽ ഐറ്റംസുകളും നിങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മോമോസ് ഇവിടെ ഫ്രൈ ആണുള്ളത്, സ്റ്റീംസ് ഉണ്ട്. സ്റ്റീംസ് കുറേ നല്ലതുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അതുകൂടി നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാ ആശീർവാദങ്ങളും നേരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾവേസ് മുത്തു ബ്ലോഗ്. ഓക്കെ, താങ്ക് യു.